പ്രൈസ് ലോർഡ്. ദൈവമക്കളെ, നമ്മൾ ജീവിതത്തിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അല്ലേ? എല്ലാവർക്കും, പാസ്റ്റേഴ്സിനും ദൈവമക്കൾക്കൊക്കെ ഒത്തിരി പ്രശ്നങ്ങൾ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട് അല്ലേ? ഒത്തിരി പാസ്റ്റേഴ്സിനോട് നമ്മൾ പ്രാർത്ഥനാ റിക്വസ്റ്റൊക്കെ പറയും. പക്ഷേ ഈ പ്രാർത്ഥനാ റിക്വസ്റ്റൊക്കെ പറയുമ്പോഴല്ലോ നമ്മൾ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. നമ്മളെ പ്രശ്നം വലിയ പ്രശ്നമാണ്. നമ്മളെ പ്രശ്നം ഒരുപാട് വർഷങ്ങൾ പഴക്കം ചെന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം. അതിനൊന്നും പരിഹാരം കിട്ടിയിട്ടില്ല. നമ്മളെപ്പോഴും ചിന്തിക്കുന്ന, അതൊരുപാട് വർഷമായില്ലേ, ഇനി ആർക്ക് വിടുവിക്കാൻ പറ്റുക അല്ലേ? ഇനി ആർക്കാണ് വിടുവിക്കാൻ പറ്റുന്നത്? ഒത്തിരി വർഷങ്ങളായി ഞാനത് അനുഭവിക്കുന്നത്, ഒത്തിരി വർഷങ്ങളായി ഇതിൻ്റെ പിറകെ നടക്കുന്നത്, ആർക്കും എന്നെ വിടുവിക്കാൻ പറ്റുന്നില്ല. പക്ഷെ കർത്താവിൻ്റെ അടുത്തേക്ക് നീ ഒരു പ്രശ്നം എടുത്ത് വരുമ്പോഴല്ലോ, നിങ്ങൾ വലിയ പ്രശ്നമായിട്ട് കാണുന്ന പ്രശ്നങ്ങളൊന്നും കർത്താവിനൊരു പ്രശ്നമല്ല. കർത്താവ് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ വേദപുസ്തകത്തിനകത്ത് നിങ്ങൾ പഠിച്ചു നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. വലിയ പ്രശ്നങ്ങൾ, വർഷങ്ങളായിട്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് നിങ്ങൾ കർത്താവിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ കർത്താവ് നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോൾ, അതെല്ലാം നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം കർത്താവിന് വളരെ സിമ്പിളാണ്, വളരെ സിമ്പിൾ. ഞാൻ ലൂക്കോസിൻ്റെ 8-ാം അധ്യായത്തിൽ നമുക്കറിയാം. ആ 8-ാം അധ്യായത്തിനകത്ത് നമ്മൾ 40 താഴോട്ട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യമുണ്ട്. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലിലാണ് തൊട്ട. പക്ഷെ തൊങ്ങൽ തൊടുന്നതിന് മുന്നേ ആ സ്ത്രീക്ക് എത്ര വർഷത്തെ പ്രശ്നമായിരുന്നു? 12 വർഷത്തെ പ്രശ്നമായിരുന്നു. പിന്നെ മറ്റൊരു നമ്മൾ വായിക്കുന്നത് ബഥേസ്ദാക്കുളം 38 വർഷം. മറ്റൊരു സ്ഥലത്ത് കൂനിയായ ഒരു സ്ത്രീ. വർഷങ്ങളായി വലിയ പ്രശ്നങ്ങളായി കൊണ്ടു നടക്കുന്ന നിങ്ങളോട് ഇന്ന് പ്രഭാതത്തിൽ പറയാൻ ഒരു ദൂതുണ്ട്. നിന്റെ പ്രശ്നങ്ങൾ കർത്താവിന് സൗഖ്യമാക്കാൻ ഒരൊറ്റ നിമിഷം മാത്രം മതി. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളെ, ഈ പ്രഭാതത്തിൽ, ഈ വിശുദ്ധ ഞായറാഴ്ചയിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിന്റെ പ്രശ്നങ്ങൾ കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കുക. അവൻ ഒരു നിമിഷം കൊണ്ട് അതിൻ്റെ മേൽ പരിഹാരം നിനക്ക് വേണ്ടി കൽപ്പിക്കും. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. ഗോഡ് ബ്ലസ് യു.